അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ദിനം പ്രതി വുളൂ ചെയ്യുന്നവരാണ്. ഏറ്റവും കുറഞ്ഞത് 5 നേരത്തെ നമസ്കാരത്തിന് വേണ്ടിയിട്ട് 5 പ്രാവശ്യമെങ്കിലും വുളൂ ചെയ്യുന്നവരായിരിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. എപ്പോഴെങ്കിലും നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? നാം എടുക്കുന്നതായ വുളൂ അത് പൂർണ്ണ അർത്ഥത്തിൽ കറക്റ്റാണ്, ശരിയാണ്, അതിൻ്റെ ആദാബുകൾ സുന്നത്തുകളൊക്കെ പാലിച്ചു കൊണ്ടുള്ളതായ വുളൂ ആണ് നാം എടുക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉളൂഇന്റെ ആ ഒരു പഠനത്തിനെ പറ്റി നമ്മെ ബോധവാന്മാരാക്കുന്ന ഒരു പ്രവാചക വചനം മൂന്നാം ഖലീഫയായ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ തവല്ലഅ, ഒരാൾ വുളൂ എടുക്കുകയും ഫഅഹ്സനൽ വുളൂഅ, അവൻ എടുത്തതായ വുളൂഇനെ നന്നാക്കുകയും ചെയ്താൽ. ഈ ഫഅഹ്സനൽ വുളൂഅ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഒരു പദത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഷറഹ് മുസ്ലിമിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, വുളൂഇനെ നന്നാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രാവശ്യം ചെയ്യലും അവയവങ്ങൾ കഴുകലും തേച്ചു കഴുകലും. എങ്ങനെയാണ് അവയവങ്ങളെ തേച്ച് കഴുകലും മാത്രവുമല്ല, വലതുഭാഗത്തിനെ മുന്തിക്കലും. നമ്മൾ കൈ കഴുകുമ്പോൾ വലത് കൈയിനെ മുന്തിക്കുക, കാല് കഴുകുമ്പോൾ വലത് കാലിനെ മുന്തിക്കുക, ആ നിലക്ക് വലതിനെ മുന്തിക്കലും മാത്രവുമല്ല അറിയപ്പെട്ടതായ സുന്നത്തുകൾ കൊണ്ടുവരലുമാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ തവല്ലഅ, ഒരാൾ വുളൂ എടുക്കുകയും ഫഅഹ്സനൽ വുളൂഅ, ഈ പറയപ്പെട്ടതായ രൂപത്തിൽ അവൻ്റെതായ വുളൂഇനെ ഭംഗിയാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഖറജത് ഖതായാഹു മിൻ ജസദിഹി, അവൻ്റെതായ സ്വശരീരത്തിൽ നിന്നും പാപങ്ങളൊക്കെ പുറത്തു പോകുന്നതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഹത്താ തഖ്റുജ മിൻ തഹ്തി അൾഫാരിഹി, അവൻ്റെതായ നഖത്തിന്റെ അടിയിലുള്ളതായ പാപങ്ങൾ സഹിതം പാപങ്ങൾ വരെ അല്ലാഹു തആല ഈ പറയപ്പെട്ടതായ രൂപത്തിൽ വുളൂ എടുത്തതായ ഒരു മനുഷ്യൻ്റെതായ പാപങ്ങളെ അല്ലാഹു തആല അവനിൽ നിന്ന് പുറത്തു പോപ്പിച്ച് ഇല്ലായ്മ ചെയ്ത് കളയുന്നതാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോടായിട്ട്, വുളൂ എടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട, പലരും ഒഴിവാക്കി കളയുന്ന ഒരു പ്രധാനപ്പെട്ട സുന്നത്തിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. വുളൂഇൻ്റെതായ സന്ദർഭത്തിൽ പലരും നഷ്ടപ്പെടുത്തി കളയുന്ന, എന്നാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും ഇനി മുതൽ ശ്രദ്ധയോടുകൂടി ഓർത്തിരിക്കേണ്ട, വുളൂഇൻ്റെതായ അവസരങ്ങളിൽ പ്രാവർത്തികമാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വുളൂവുമായി ബന്ധപ്പെട്ട ഒരു സുന്നത്താണ് വുളൂഇൻ്റെതായ എല്ലാ ഘട്ടങ്ങളിലും ഖിബിലയെ അഭിമുഖീകരിക്കുക എന്നുള്ളത്. ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈൻ രേഖപ്പെടുത്തുന്നുണ്ട്, ഇസ്തിഖ്ബാലൻ ലിൽ ഖിബിലതി ഫീ കുല്ലി വുളൂഇഹി, വുളൂഇൻ്റെതായ എല്ലാ ഘട്ടങ്ങളിലും ഖിബിലയെ അഭിമുഖീകരിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു, എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഹത്താ ഫി ദിക്റിൽ വരെ, ബഅദഹു, വുളൂഇന് ശേഷമുള്ളതായ ദിക്റിൽ പോലും അവൻ ഖിബിലയെ അഭിമുഖീകരിക്കണം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ലി അന്നഹ അഷ്റഫുൽ ജിഹാത്തി, ഭാഗങ്ങളുടേതായ കൂട്ടത്തിൽ, ജിഹത്തുകളുടേതായ കൂട്ടത്തിൽ ഏറ്റവും അഷ്റഫായിട്ടുള്ള ശ്രേഷ്ഠതയുള്ളതായ ഭാഗമാണ്. ബഹുമാനപ്പെട്ട ഇമാം ഖുർദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒരാൾ വുളൂ ചെയ്യുന്നതായ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വുളൂ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതായ സന്ദർഭത്തിൽ ഖിബില ഏത് ഭാഗത്താണ് എന്നറിയത്തില്ല, ഖിബില ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നറിയത്തില്ല എങ്കിൽ അദ്ദേഹത്തിന് ഖിബിലയെ അന്വേഷിക്കൽ സുന്നത്താണ്. നാം ഇന്ന് പല പള്ളികളിലും പലരും ചെയ്തു വരുന്ന ഒരു കാര്യം, കറക്റ്റായിട്ട് ഹൗദിൻ്റെതായ സമീപത്ത് പോയി ഖിബിലയെ അഭിമുഖീകരിച്ച് നിന്ന് വുളൂ നല്ലതുപോലെ എടുക്കും, എന്നിട്ട് അവസാനം കാല് കഴുകാൻ നേരത്ത് ഖിബിലയിൽ നിന്ന് തെറ്റിമാറും. അത് നമ്മൾ വളരെ സാധാരണ പൊതുവിൽ കാണുന്നതാണ്. ഇനി പലരും ഖിബിലയ്ക്ക് അഭിമുഖമായിട്ട് പള്ളികളിൽ തന്നെ പൈപ്പുകളൊക്കെ സെറ്റ് ചെയ്ത് സ്ഥാപിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ നിന്ന് മാറി ഖിബിലയ്ക്ക് എതിരായിട്ട് അല്ലെങ്കിൽ മറ്റ് ദിശകളിലേക്ക് നിന്ന് ചെയ്യുന്നതും കാണാറുണ്ട്. അത് നാം ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ, നമ്മുടേതായ വീടുകളിൽ അതുപോലെ കുളിക്കാനും അതുപോലെ വുളൂ ചെയ്യാനും ഒക്കെയുള്ള ടാപ്പ്, ആ ഒരു സൗകര്യം നമ്മൾ ചെയ്യുമ്പോൾ, പ്ലംബിങ്ങിൻ്റെതായ ആ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വുളൂ ചെയ്യാൻ ഖിബിലയ്ക്ക് അഭിമുഖമായി കൊണ്ട് തന്നെ ഈ ഒരു സുന്നത്ത് നമ്മുടേതായ പ്രവർത്തനങ്ങളിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടുന്ന തരത്തിൽ ഇത് നിർമ്മിക്കുന്നതിൽ, അത് കറക്റ്റ് ചെയ്യുന്നതിൽ ആ ഒരു വിഷയവും കൂടി നാം പൊതുവിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതായി ഈ ഒരു സുന്നത്ത് നമ്മുടേതായ ജീവിതത്തിൽ അത് നാം മരണം വരെ നിലനിർത്താൻ, വുളൂ എന്തായാലും നമ്മൾ ദിനം പ്രതി ചെയ്യുന്നവരാണോ, എന്തായാലും നമസ്കരിക്കാൻ വുളൂ വേണം, ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടിയിട്ട് നാം വുളൂ ചെയ്യണം. അങ്ങനെ ആ വുളൂഇൻ്റെതായ ആദാബുകൾ പാലിച്ചുകൊണ്ട് വുളൂ ചെയ്യുന്നവരുടേതായ ശരീരത്തിൻ്റെതായ പാപങ്ങൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, നഖത്തിന്റെ അടിയിലുള്ളതായ പാപങ്ങൾ വരെ ആ വുളൂഇലൂടെ നഷ്ടപ്പെട്ടു പോകും, പുറത്തു പോകും, ഇല്ലാതായി പോകുമെന്ന് നാം ആദ്യം പറഞ്ഞ ആ ഒരു പ്രവാചക വചനത്തെ മുൻനിർത്തിക്കൊണ്ട് നാം നമ്മുടേതായ വുളൂ ഈ പറയപ്പെട്ടതായ നിലക്ക് കൃത്യമായിക്കൊണ്ട്
അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ ഒരു നേർരേഖ മാർഗദർശനം കൊണ്ട് തന്നെ നിർവഹിക്കാൻ തയ്യാറാകുക. ഈ ഒരു വിവരം, ഈ ഒരു അറിവ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിസ്കാരമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും അറിയിച്ചും കൂടി കൊടുക്കുക. അള്ളാഹു തആല തൗഫീക്ക് നൽകിയാൽ മറ്റൊരു ഉപദേശവുമായി കൊണ്ട് അറിവുമായി കൊണ്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ വിലപ്പെട്ട ദുആകൾ സാധുവായ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.